ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് LD ക്ലർക്ക് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം ഉണ്ടായിരുന്നത്. ജനുവരി 3 മാറ്റി ജനുവരി 5 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കണക്കനുസരിച്ച് ഏകദേശം 2 ആഴ്ച മുമ്പ് വന്ന കണക്കനുസരിച്ച് തന്നെ ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാർ ഇനിയും അപേക്ഷിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും എത്ര ആൾക്കാർ അപേക്ഷിച്ച് നമുക്ക് നോക്കാം. ഏകദേശം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ 4 ലക്ഷത്തോളം ആൾക്കാരുടെ കുറവ്, 4.5 ലക്ഷത്തോളം ആൾക്കാരുടെ കുറവ് ഇത്തവണ LDC പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം 17,58,338 പേരാണ് കഴിഞ്ഞ തവണ LDC എക്സാം അപ്ലൈ ചെയ്തത്. ഇത്തവണ അത് 12,95,446 പേർ മാത്രമേ ഉള്ളൂ. ഓരോ ജില്ലാ വെച്ച് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് 1,74,000 ആൾക്കാരുമാണ് ഇത്തവണ LD അപ്ലൈ ചെയ്തത്. കഴിഞ്ഞ തവണ അത് 1,98,000 പേരായിരുന്നു. കൊല്ലത്ത് 1,07,000 പേരാണ് ഇത്തവണ. അത് 1,34,000 ആൾക്കാർ കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 49,000, അത് ഏകദേശം പകുതി നിലയിൽ. കഴിഞ്ഞ തവണ അത് 83,000 ആയിരുന്നു, ഇത്തവണ 49,000 ആലപ്പുഴയിൽ 1,00,000 പേര് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഏകദേശം 16,000 ആളുടെ കുറവ് വന്നു, 84,514 പേര്. കോട്ടയത്ത് 1,18,000 ആയിരുന്നു, ഏകദേശം 40,000 ആൾക്കാർ, 50,000 ആൾക്കാരുടെ തന്നെ കുറവ് വന്നു കോട്ടയത്ത്. ഇത്തവണ 60,593 പേരേ ഉള്ളൂ. ഇടുക്കിയിൽ കഴിഞ്ഞ തവണ 63,000 ആൾക്കാരുണ്ടായിരുന്നു, ഇത്തവണ 45,000 ആൾക്കാരേ ഉള്ളൂ. എറണാകുളത്ത് 1,76,000 പേർ അപ്ലൈ ചെയ്ത സ്ഥലത്ത് ഇത്തവണ അത് 1,12,000 മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ 1,59,000 ഇവിടെ 98,510 പേരേ ഉള്ളൂ. പാലക്കാട് 1.5 ലക്ഷത്തോളം ആൾക്കാർ കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്തു, ഇത് 1,12,000 മാത്രമേ ഉള്ളൂ. മലപ്പുറത്ത് 1,66,000 ഉണ്ട്, അത് ഇത്തവണയും 1,41,000 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് 1,62,000 ആൾക്കാർ കഴിഞ്ഞ തവണ ചെയ്തു, ഇത്തവണ ഒരു 30,000 ആൾക്കാർ കുറഞ്ഞു, 1,32,066 പേര് മാത്രമേ ഉള്ളൂ. വയനാട് 40,267 പേര് ഇത്തവണ ചെയ്തു, ഏകദേശം 51,000 ആൾക്കാർ കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൂർ 88,382 പേരാണ് കഴിഞ്ഞ തവണ, അത് 1,27,000 ആൾക്കാരായിരുന്നു. കാസർഗോഡും കുറവാണ്, 48,114 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ തവണ അത് 63,490 ആൾക്കാരായിരുന്നു. അതായത് കഴിഞ്ഞ തവണ 17,58,338 പേര് അപ്ലൈ ചെയ്ത സ്ഥലത്ത് ഇത്തവണ 12,95,446 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഇത്തരം LDCയിൽ ഇങ്ങനെ കുറഞ്ഞത് വൻ ഞെട്ടിക്കൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ, ഈ PSC ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഡബിളായിട്ടുള്ള പ്രിലിംസ് മെയിൻസ് സിസ്റ്റം തന്നെ, പിന്നെ അതുപോലെ തന്നെ കോവിഡ് വന്നുകൊണ്ട് ഒരുപാട് പേരുടെ ഇത് നോക്കുന്ന ആൾക്കാരുടെ അവസരങ്ങൾ നഷ്ടമായി. അവർ കുറച്ച് പേര് പിന്തള്ളപ്പെട്ടുപോയി, അവർ ഏജ് ഓവറായവരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് ആൾക്കാർ കൂടെയുണ്ട്. പിന്നെ എന്താണ്, ഗവൺമെൻറ് ജോലിയോടോ അല്ലെങ്കിൽ LD ക്ലർക്കിനോടോ LD ക്ലർക്ക് പോലുള്ള 10th ലെവൽ തസ്തികയോടെ എഴുതാതെ ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുപാട് വരുന്നതുകൊണ്ട് ചിലപ്പോൾ അതിന് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കാം. എന്തായാലും 4 ലക്ഷത്തോളം ആൾക്കാരുടെ കുറവുകൾ ഇപ്പോൾ LD ക്ലർക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത ആൾക്കാർക്കൊരു ബെനിഫിറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അത്തരത്തോളം ആൾക്കാരുടെ കുറഞ്ഞ് മത്സരിച്ചാൽ മതി. ഒരുപാട് പേര് വേറെ ജോലിയൊക്കെ തേടി പോയിട്ടുണ്ടാകും, അതാണ് ഈ കുറവൊക്കെ വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നോക്കുക, 1,74,000, ഏകദേശം 25,000 ആൾക്കാരുടെ കുറവുണ്ട്. അതുപോലെ തൃശ്ശൂരൊക്കെ വളരെ കുറവാണ്. തൃശ്ശൂരൊക്കെ 1,59,000 98,000, ഏകദേശം 60,000 ആൾക്കാരുടെ കുറവ് അവിടെ വന്നിട്ടുണ്ട്. ഏത് ജില്ലയായാലും കുറവ് മാത്രമേ ഉള്ളൂ. അതാണ് ഈ 4 ലക്ഷത്തോളം ആൾക്കാർ കുറഞ്ഞത്. 4 ലക്ഷത്തോളം ചില്ലറ കുറവല്ല, നല്ലൊരു മരം തന്നെയാണ്. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്തവർ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കൊരു ചാൻസ് ഇപ്പം തന്നെ ഉണ്ട്. മീൻസ് കോമ്പറ്റീഷൻ കുറയുക എന്നതാണല്ലോ നമുക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ആൾക്കാർ പറയും ഈ പോയവരൊക്കെ പഠിക്കാതെ പോകുന്നവരായിരിക്കും. അങ്ങനെയൊന്നുമല്ല, ചിലപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു വന്നവർ കൃത്യസമയത്ത് എക്സാം എഴുതാൻ പറ്റാതെ, അല്ലെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റിൽ എഴുതാൻ പറ്റാതെ മറ്റ് ജോലികൾ തേടി പോയതുകൊണ്ടായിരിക്കാം. കാരണം PSC നോട്ടിഫിക്കേഷൻ LDയുടെ ഇപ്പം വൈകിട്ടാണല്ലോ വന്നത്. ഓൾറെഡി 19 വന്ന് 22 ഈ ലാസ്റ്റ് തവണത്തേക്കാൾ ഇപ്പോൾ ഒരു കോവിഡ് കാരണം 2 വർഷം വൈകിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ഇത്തവണത്തെ LD എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒരു ബെനിഫിറ്റാണ്. നിങ്ങൾ ഇത്ര കോമ്പറ്റീഷൻ എഴുതിയാൽ മതി, കഴിഞ്ഞ തവണ എഴുതിയവരുടെ അത്ര എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിടാം, നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കട്ട് ഓഫ് പ്ലസ് എന്ന് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ YouTube ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പെട്ടെന്ന് ജോലി കിട്ടട്ടെ. താങ്ക്